നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തൃപ്രയാർ ക്ഷേത്രം റോഡിൽ അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. വ്യാജാരിഷ്ടങ്ങൾ വിൽപ്പന നടത്തുന്നതിനെതിരെ അന്തിക്കാട് എക്സൈസ് ആയുർവേദ കടകളിൽ വ്യാപക പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. രാവിലെ ദ്രവ്യകലശം, ശീവേലി, മേളം, പഞ്ചവാദ്യം, വിശേഷാൽ പ്രസാദകൂട്ട്, വൈകിട്ട് സർപ്പബലി എന്നിവ നടന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി. രാവിലെ നടന്ന പഞ്ചാരി മേളത്തിന് നെട്ടിശ്ശേരി രാജേഷ് മാരാറും വൈകിട്ട് ദീപാരാധനയ്ക്ക് നടന്ന പഞ്ചവാദ്യത്തിന് തൃപ്രയാർ രമേശൻ മാരാരും പ്രാമാണികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി തൃപ്രയാർ ക്ഷേത്രം റോഡിൽ ദേശീയപാത അധികൃതർ അശാസ്ത്രീയമായി കാന നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ദിവസവും നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണ് നാം നിൽക്കുന്ന പ്രദേശം. ശ്രീരാമ ടെമ്പിളിലേക്കാളും അതോടൊപ്പം തന്നെ ശ്രീരാമ പോളി SN കോളേജ് ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ദൈനംദിനം യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്ത് ഈ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള കാന ഉൾപ്പെടെ മൂട്ടി വളരെ പ്രയാസകരമായ ഒരു സ്ഥലത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. കാലവർഷം ആരംഭിച്ചിട്ടില്ല, പക്ഷെ ഒരു ദിവസത്തെ മഴ കൊണ്ട് ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയത് നമ്മുടെ പ്രാദേശിക ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു. എന്നിട്ട് പോലും ബന്ധപ്പെട്ട NHന്റെ അധികാരികൾ വന്ന് പരിശോധിക്കുകയോ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധിച്ചുകൊണ്ടാണ് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സമരം എന്ന നിലയിൽ നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. കാന നിർമ്മാണത്തിനായി 2 മാസത്തോളമായി റോഡിലുണ്ടാക്കിയ വലിയ കുഴികൾ ഇരുചക്ര വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ അപകടവും ഗതാഗത തടസ്സവുമാണ് ദേശീയപാത അധികൃതർ ഉണ്ടാക്കിവെച്ചിരിക്കുന്നത്. കൂടാതെ അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം പല വീടുകളിലും തൃപ്രയാറിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ചെറിയ മഴ പെയ്തപ്പോൾ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ ഇതിനുവേണ്ട നടപടികളും സ്വീകരിക്കുന്നില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാക്കണമെന്നും അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, CS മണികണ്ഠൻ, TV ഷൈൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പനക്കൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹെന ഭിനീഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജീന പത്മനാഭൻ, മണ്ഡലം ഭാരവാഹികളായ ഹരിലാൽ AB, PV സഹായദേവൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സേവന സമിതി കാരമുക്ക് മാങ്ങാട്ടുകര ദേശത്തിന്റെ 50ാം വാർഷിക പൊതുയോഗം കാഞ്ഞാണിയിൽ നടന്നു. പഞ്ചായത്ത് അംഗം ജിഷ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് EVS രാമകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി ഷിബിൽ തട്ടിൽ, ഗിരി, ട്രഷറർ സന്തോഷ് മൂത്തേടത്ത് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് EVS രവീന്ദ്രൻ, സെക്രട്ടറി ഷിബിൽ, ട്രഷറർ ചന്ദ്രൻ തൈപ്പറമ്പത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു.
കാരണം നമുക്ക് അതാണ് ഏറ്റവും വലിയ ആവശ്യം. അപ്പം അതുപോലെ എല്ലാവരും പോവുക, പിന്നെ എല്ലാ സന്തോഷങ്ങളിലും ടൂർ പ്രോഗ്രാം എല്ലാ പരിപാടികളും പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ സാമൂഹിക സേവന സമിതി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വടക്കേ കാരമക സെയിന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതുറക്കൽ, ലതീഞ്ഞ്, ദിവ്യബലി, സന്ദേശം, നൊവേന, പ്രസിദ്ധേന്തി വാഴിക്കൽ, വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ, നേർച്ച വിതരണം, ബാൻഡ് വാദ്യം എന്നിവ നടന്നു. കണ്ടശാങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ കാർമ്മികനായി. തിരുനാൾ ദിനമായി ഞായറാഴ്ച വടക്കൻ പുതുക്കാട് കർമ്മലമാതാ പള്ളി വികാരി ഫാദർ ജോസ് എടക്കളത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തൃശൂർ അതിരൂപത കാര്യാലയം ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കൂത്തൂർ തിരുനാൾ സന്ദേശം നൽകി. ഭോപ്പാൽ സെയിന്റ് പോൾസ് പ്രൊവിൻസ് അസിസ്റ്റന്റ് വൊക്കേഷൻ പ്രൊമോട്ടർ ഫാദർ സെബാസ്റ്റ്യൻ പാലത്തിങ്കൽ CML സഹകാർമ്മികനായിരുന്നു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടത്തി. വൈകിട്ട് ഇടവകയിലെ യുവജന കൂട്ടായ്മയുടെ ബാൻഡ് വാദ്യത്തോടെ ലില്ലിപ്പൂവ് പ്രദക്ഷിണവും നടന്നു. തളിക്കുളം 14-ാം വാർഡിൽ SSLC+2 പരീക്ഷകളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവർക്ക് മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നൽകി TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതം എന്ന് പറയുന്നത് കേവലം പാഠപുസ്തകങ്ങളിലെ പരീക്ഷയിൽ നിന്ന് ജയിക്കൽ മാത്രമല്ല. ജീവിതത്തിൽ നമുക്ക് A+ മേടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ദൈവം കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളെ ദൈവതുല്യം സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കുക. നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക. നിങ്ങളുടെ കൂടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കൂട്ടുകാരെയും അയൽവക്കത്തുള്ളവരെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക. അവരേത് മതത്തിലുള്ളവരാവട്ടെ, ഏത് സമുദായത്തിലുള്ളവരാവട്ടെ, പണമില്ലാത്തവരാവട്ടെ, കാണാൻ ഭംഗിയുള്ളവരോ ഭംഗിയില്ലാത്തവരോ ആകട്ടെ, നമ്മളെ പോലത്തെ മനുഷ്യരാണ് അവരെന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയുക. ഈ നന്മ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ ഒരു പരീക്ഷയിലും നിങ്ങൾ പരാജയപ്പെടില്ല. വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന അവാർഡുകളടക്കം 21 പുരസ്കാരങ്ങൾ നേടിയ നിതിൻ ദാസ് മുഖ്യാതിഥിയായിരുന്നു. പറയാനുള്ളത് A+കളൊന്നും എല്ലാ കാര്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള പാഠങ്ങൾ ഇതൊന്നുമല്ല. നമുക്കിപ്പോൾ കിട്ടുന്ന A+കൾ ഇപ്പോൾ 10 കിട്ടും, ചിലപ്പോൾ 9 ആയിരിക്കും, ചിലപ്പോൾ 8 ആയിരിക്കും, ചിലപ്പോൾ ഒരു A+ ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ഒരുപാട് മൂല്യങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ നമ്മൾ വേരൂന്നി നിന്നെങ്കിൽ മാത്രമേ നല്ലൊരു വിജയം നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു പാത്തിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഞാനിവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. തൃശൂർ ഡെക്കാത്തലോൺ സംഘടിപ്പിച്ച കേരള ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനർ ജെനി ജോസഫ് ചാമ്പ്യനായി. തൊപ്പ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മിസ്റ്റർ തൃശൂർ മത്സരത്തിലും കോട്ടയത്ത് വെച്ച് നടന്ന NPC മിസ്റ്റർ കേരള ബോഡി ബിൽഡിംഗ് മത്സരത്തിലും ജെനി ജോസഫ് ബിക്കിനി വിഭാഗത്തിലും വെൽനസ് വിഭാഗത്തിലും
സിൽവർ മെഡൽ, ബ്രോൺസ് മെഡൽ എന്നിവ കരസ്ഥമാക്കി. മാർച്ച് 10 വലപ്പാട് മണപ്പുറം പ്രീമിയം സെന്റർ സംഘടിപ്പിച്ച മിസ്റ്റർ മണപ്പുറം 2024 ഗോൾഡ് മെഡൽ മിസ് ജെനി ജോസഫ് കരസ്ഥമാക്കിയിരുന്നു. മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്ററിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മീന കുമാർ കാഞ്ഞിരപ്പറമ്പിൽ വിജയിക്ക് മെഡൽ നൽകി ആദരിച്ചു. അങ്ങനെ ആദ്യത്തെ മത്സരമായിരുന്നു നമ്മുടെ തൃശ്ശൂർ, മിസ്റ്റർ തൃശ്ശൂർ. ദെൻ പോയത് നമ്മുടെ മലപ്പുറം, മിസ്റ്റർ മലപ്പുറം ടൈറ്റിലായിരുന്നു. ഫസ്റ്റ് മിസ്റ്റർ തൃശ്ശൂർ, സെക്കൻഡ് വന്നു. ദെൻ ബോഡി ബിൽഡിങ്ങും വെൽനസും ഫിറ്റ്നസും അത് രണ്ടിലും തേർഡ് വന്നു. ദെൻ ബോഡി ബിൽഡിങ്ങിന് സെക്കൻഡ്. പിന്നെ ഇപ്പോൾ നടന്ന എൻ പി സി കേരളയ്ക്ക് വെൽനസും ബിക്കിനിയും, വെൽനസിന് തേർഡും അതുപോലെ തന്നെ ബിക്കിനി സെക്കൻഡും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഫസ്റ്റേ നടന്ന അക്കാദമിക് കോമ്പറ്റീഷനിൽ ടൈറ്റിൽ വിന്നറായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ് ഈ ത്രൂ ഔട്ട് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എൻ്റെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ജെനി ജോസഫ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 6 മന്ത് ആവുന്നുള്ളൂ. പക്ഷേ കുട്ടിയുടെ ശരീരഘടന മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രത്യേക വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക, ജനറ്റിക്കലി ഷീസ് മസിൽട്ടോണൊക്കെ നന്നായിരുന്നു. അപ്പോൾ അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ അച്ചീവ്മെൻറ്റ് നേടിയത്. എന്തായാലും നമ്മൾ ഇനി വരുന്ന വലിയ വലിയ കോമ്പറ്റീഷനിൽ ഇവർ ചാമ്പ്യന്മാരാകാൻ വേണ്ടിയിട്ട് ചാമ്പ്യനാകാനുള്ള എല്ലാ സപ്പോർട്ടും മണപ്പുറം ഫിറ്റ്നസ് ചെയ്യുന്നതായിരിക്കും. ത്രിപുര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച കൊച്ചി ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തിവരാറുള്ള മെഡിക്കൽ ക്യാമ്പ് നടന്നു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്ന് 51 പേരെ സർജറിക്കായി കൊണ്ടുപോയി. ക്യാമ്പിന് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവിയർ, സെക്രട്ടറി കെ രാമചന്ദ്രൻ, ട്രഷറർ രൂപലേഖ രഘു, ബിന്ദു സുരേന്ദ്രൻ, KR പ്രതാപൻ, NM സുരേഷ്, രഘു പുളിക്കൽ, സാനി ജോസഫ്, ജീജ വ്യാസബാബു, സോജ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. 46ാമത്തെ ഐ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 സമയം ഇതിനകം ഒരു 70 മെമ്പേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു 100 മെമ്പേഴ്സ് ചുരുങ്ങിയത് ഉണ്ടാവാറുണ്ട്. 50 പേരെ നമ്മൾ ഓപ്പറേഷൻ കൊണ്ടുപോകാറുണ്ട്. ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലേക്കാണ്, കൊച്ചിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. വളരെ ഭംഗിയായി നടന്നു പോകുന്നത്. നമസ്കാരം. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics,
code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School, the joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വ്യാജാരിഷ്ടങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതിനെതിരെ അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ ആയുർവേദ കടകളിൽ വ്യാപക പരിശോധന നടത്തി. എക്സൈസ് വകുപ്പിന്റെ SP7 ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആയുർവേദ കടകൾ എത്രയും വേഗത്തിൽ ലൈസൻസ് എടുക്കണമെന്നും നിർദ്ദേശിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആയുർവേദ കടകൾ അടയ്ക്കേണ്ടി വരുമെന്നും അധികാരികൾ സൂചന നൽകി. എന്നാൽ കടകളിൽ ഡോക്ടർമാരുടെ സേവനമുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N രാജേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KM സജീവൻ, CEO PD ജെയ്സൺ, വനിതാ CEO NM ഷീന എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ടാസ്ക് തളിക്കുളം മെയ് 5 മുതൽ 12 വരെ സംഘടിപ്പിച്ച ചെക്കു മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ തളിക്കുളം കാളിദാസ FCയെ പരാജയപ്പെടുത്തി പ്ലേ ബോയ്സ് തൃശൂർ ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ കാളിദാസിയെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് പ്ലേ ബോയ്സ് പരാജയപ്പെടുത്തിയത്. അണ്ടർ 60 വിഭാഗത്തിൽ ബ്ലൂ മൂൺ സ്പോർട്ടിംഗ് FC ചാമ്പ്യന്മാരും ഒഹാര FC ബ്ലൂ മാജിക് റണ്ണേഴ്സ് അപ്പുമായി. നാട്ടിക MLA CC മുകുന്ദൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി പ്രണവ് OA, സുഭിൻ നാസർ, ടൂർണമെന്റ് ചെയർമാൻ പ്രണവ് IP എന്നിവർ സംസാരിച്ചു. സംഘടിപ്പിക്കുന്ന 5ാമത് മെമ്മോറിയൽ അഖില കേരള സെവൻസിൻ്റെ ഫുട്ബോൾ മത്സരമാണ് മെയ് 5 മുതൽ ഇന്ന് 11 വരെ ആരംഭിച്ചത്. ഏകദേശം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മത്സരത്തിൽ കാണികളാകാനും അതുപോലെ സഹായകമായ നിലപാട് സ്വീകരിക്കണമെന്നിട്ടുള്ള ഈ പ്രദേശത്തെ സ്പോർട്സുമായി ബന്ധമുള്ള ജനവിഭാഗത്തെ ഞാൻ ഒരിക്കൽ കൂടി ആദരിക്കുകയാണ്. ഒരു ടൂർണമെൻറ്റ് വലിയ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പ്രവർത്തന രംഗത്ത് മാതൃകപരമായ പ്രവർത്തനത്തെ മാത്രമാണ് നമുക്ക് ടൂർണമെൻറ്റ് നടത്തി തീർക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്.
കേശവാൻ ചെക്കുവിന്റെ സഹോദരങ്ങൾ സ്പോൺസർ ചെയ്യുന്ന റണ്ണേഴ്സ് ട്രോഫി 4ാമത് സുദീപ് സിംഗ് മെമ്മോറിയലിന്റെ ഫസ്റ്റ് ഫൈനൽ ഗോൾ സ്പോൺസർ ചെയ്തത് കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനുഷ്യൻ തിരിച്ചറിയണം. ബാപ്പു വലപ്പാട്. മക്കൾക്ക് മാതൃകകൾ കണ്ടുവളരാൻ മാതാപിതാക്കളുടെ ജീവിത വിശുദ്ധീകരണമാകണമെന്നും കുടുംബ ബന്ധങ്ങളുടെ മഹത്വം സ്വയം തിരിച്ചറിഞ്ഞ് മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബാപ്പു വലപ്പാട് അഭിപ്രായപ്പെട്ടു. എടത്തിരുത്തിയിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം കൂട്ടുകുടുംബ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനത്തിന് ശക്തിയേറിയത് കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കൂട്ടുകുടുംബത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ട് ഈ എടത്തിരുത്തിയുടെ ഭാഗ്യമായിക്കൊണ്ട്, ഈ വാർഡിന്റെ ഭാഗ്യമായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാവുന്ന അവസ്ഥയിലൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കൂട്ടുകുടുംബം എന്നാൽ നാം അതിലൂടെ ഒരുപാട് നന്മകൾ കണ്ടെത്തണം. വെറുതെ കൂട്ടുകുടുംബം കൂടിയോണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ ആ നിറഞ്ഞ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മളെപ്പോഴും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ സ്നേഹവും സന്തോഷം പങ്കിട്ടുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം കയ്പമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ എം ഷാജഹാൻ നിർവഹിച്ചു. സംഗമം പ്രസിഡന്റ് ഉഷ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. ആർ ഐ സഖറിയ, ഷൈജൻ ശ്രീവത്സം, അബ്ദുൽ അസീസ് തളിക്കുളം, വസന്തകുമാരി, വി വിജയൻ, ഉമർ പഴുവിൽ, അബ്ദുൾ റഹ്മാൻ ചേർപ്പ്, സുധിനി സുശീൽ, സുകുമാരൻ വെള്ളാഞ്ചേരി, സിന്ധുജ സുനേഷ് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ആലുംതാഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവവും പ്രതിഷ്ഠാദിനവും ഭക്തി നിർഭരമായി. ഉത്സവ ദിവസമായ തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹവനം, ശീവേലി എന്നിവ നടന്നു. വൈകിട്ട് 3 ഗജവീരന്മാരെ അണിനിരത്തി താളമേള അകമ്പടിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. ഏങ്ങണ്ടിയൂർ കൊണ്ടരപ്പശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മുൻ സെക്രട്ടറി പുരുഷോത്തമന്റെ ഓർമ്മയ്ക്കായി മക്കൾ നിർമ്മിച്ചു നൽകിയ പൂത്തോട്ടം, ക്ഷേത്ര മേൽപ്പുര എന്നിവയുടെ സമർപ്പണം ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ നിർവഹിച്ചു. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ 2024 ജൂൺ 7, 8, 9 തീയതികളായി ആഘോഷിക്കും. ജൂൺ 9 രാവിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. അഷ്ടമന തോറ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന വിഷ്ണുമായ മുത്തപ്പൻ കലശവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം സെക്രട്ടറി അനന്തശയനൻ, ട്രഷറർ സലീം, മറ്റ് ഭാരവാഹികളായ സുഷിൽ കുമാർ, പ്രവീൺ ജിത്ത്, പ്രേജൻ, രാജേഷ്, അശോകൻ, ഉദയകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അടുത്ത 7, 8, 9 നമ്മുടെ ഉത്സവം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഇപ്രാവശ്യത്തെ പുനഃപ്രതിഷ്ഠയോട് കൂടിയിട്ടുള്ള കാരണം കൊണ്ട് കുറച്ച് 7, 8, 9 അങ്ങനെ 3 ദിവസം വരുന്നുണ്ട്. 9ാം ദിവസമാണ് ശരിയായ പ്രതിഷ്ഠ. ആ കാലത്ത് 10 to 11 അതിന് മുന്നേ നമുക്ക് നമ്മുടെ മുത്തപ്പൻ്റെ അവിടെ 31-ാം തീയതി ഒരു പൂജ ഉണ്ടാകും. അത് ഒരു കാലത്ത് തുടങ്ങി ഉച്ചയോട് കൂടിയിട്ട് കഴിയുന്നത്. അങ്ങനെ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളതാണ്. അഭിപ്രാവശ്യം അതുപോലെ തന്നെ ചെയ്യുന്നത്.
കഴിമ്പ്രം ശാർക്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി, നടക്കൽ പറയെടുപ്പ്, കാവടി അഭിഷേകം, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, രുദ്രാഭിഷേകം, തുടർന്ന് ക്ഷേത്രനടയിൽ പീലിക്കാവടി, പൂക്കാവടി, നാദസ്വരം, തകിൽ എന്നിവയുടെ അകമ്പടിയോടുകൂടി കാവടിയാട്ടം, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക, രാത്രി അത്താഴപൂജ, ഭസ്മാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CK നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി ഷാജ് ശാർക്കര, വൈസ് പ്രസിഡന്റ് പ്രജീഷ് ശാർക്കര, ട്രഷറർ ഹേമന്ത് ശാർക്കര, ജോയിന്റ് സെക്രട്ടറി ഷാജി ശാർക്കര, വനിതാ സംഘം അംഗങ്ങളായ ജിൻസി ഷാജി, സിനി ഷാജ്, താര ഹേമന്ത്, ഷീബ രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മായം കലരാത്ത പച്ചക്കറികളും മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കലവറ തുറന്നു. ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വിനയം പ്രസാദ് അധ്യക്ഷയായി. ഹോർട്ടിക്കൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ PI മുഹമ്മദ് ഹാരിസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ CB അനിൽകുമാർ, കൃഷി ഓഫീസർ TR അഞ്ജന, ബാങ്ക് സെക്രട്ടറി PS സിമി, ലിജോ മോൾ, രാരി KR എന്നിവർ സംസാരിച്ചു. പക്ഷെ വാസ്തവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അത്തരമൊരു പ്രയോജനം വേണ്ടത്ര നടക്കുന്നില്ല. കാരണം അത്രയും പരിമിതമായ തോതിലാണ് ഈ സാധനങ്ങൾ നമുക്ക് എത്തുന്നത്. അത് വെച്ചൊരു സ്ഥാപനം വാടകയ്ക്ക്, ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കുന്ന ജീവനക്കാരെ വെച്ച് മുന്നോട്ട് പോകാനാകും. സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇത് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിനിടയിലാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രപ്പോസൽ ഞങ്ങൾ എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഇത്തരത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് 2 ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുന്ന പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ യോജിച്ചതും വലിയ കൽപ്പിച്ചതും ഒന്നും മനസ്സിലായിരുന്നു. അതുകൊണ്ട് അത് നമ്മളിപ്പോൾ നമ്മുടെ സംഘം നമുക്കറിയാം, മറ്റേ ഒരു സഞ്ചി നഷ്ടപ്പെടുള്ള സംഘങ്ങൾ ഒഴിവാക്കും എന്നൊരു പ്രപ്പോസലായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വാസ്തവം ആദ്യം പറയാതെ പോയത്. പിന്നീടാണ് ഒരു ചോദ്യം വന്നത് യെസ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാത്തു വെക്കാതെ അതിനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങുകയും അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. തൃപ്രയാർ ക്ഷേത്രം റോഡിൽ അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. വ്യാജാരിഷ്ടങ്ങൾ വിൽപ്പന നടത്തുന്നതിനെതിരെ അന്തിക്കാട് എക്സൈസ് ആയുർവേദ കടകളിൽ വ്യാപക പരിശോധന നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.